ദേശീയപാതകളിലെ മരണപ്പാച്ചിലും നിയമലംഘനങ്ങളും തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ പുതിയൊരു സ്ട്രിക്റ്റ് ആക്ഷൻ പ്ലാനിന് തുടക്കം കുറിക്കുകയാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ്. എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി 24 മണിക്കൂറും ഇനി മുതൽ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ നിരത്തുകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ദേശീയപാതകളിലായിരിക്കും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം പ്രധാനമായും തന്നെ ഉണ്ടാവുകയും ചെയ്യുക. നമുക്കറിയാവുന്നതുപോലെ തന്നെ ദേശീയപാത ഏതാണ്ട് വരുന്ന 100 കിലോമീറ്ററിൽ 6 എൻഫോഴ്സ്മെൻറ്റ് മേഖലകളാക്കി വിഭജിച്ചുകൊണ്ട് ഓരോ മേഖലയിലും പ്രത്യേക എൻഫോഴ്സ്മെൻറ്റ് സംഘങ്ങളെ വിന്യസിക്കാനാണ് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. അമിതവേഗം തടയൽ, അപകടങ്ങൾ കുറയ്ക്കൽ, ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തൽ, അതോടൊപ്പം ദേശീയപാതകളിലെ ദൃശ്യ സാന്നിധ്യം വർദ്ധിപ്പിക്കൽ എന്നിവയാണ് നടപടികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. റോഡ് അപകടങ്ങളിൽ പ്രധാന കാരണം അമിതവേഗമാണെന്നുള്ള വിലയിരുത്തലിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയ നടപടി സ്വീകരിക്കാൻ ഗതാഗത വകുപ്പ് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. പുതിയ ഗതാഗത മന്ത്രി വരുമ്പോൾ തന്നെ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗതാഗത തലപ്പത്ത് സമൂലമായിട്ടുള്ളൊരു മാറ്റം, ക്ലിയർ കട്ടായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത് കൂടിയാണ്. അതിന് കൃത്യമായിട്ടുള്ളൊരു സ്ട്രിക്റ്റ് ആക്ഷൻ പ്ലാൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ദേശീയപാതകളിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് സംഘങ്ങളെ മുഴുവൻ സമയവും വിന്യസിച്ചുകൊണ്ട് നിയമലംഘനങ്ങൾ തടയുന്നതിനൊപ്പം അപകടങ്ങൾ കുറയ്ക്കുന്നതിന് കൂടിയായിട്ടാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ദേശീയപാതയെ ദക്ഷിണം, മധ്യം, വടക്ക് എന്നിങ്ങനെയുള്ള 6 പ്രവർത്തന മേഖലകളായി വിഭജിക്കും. തിരുവനന്തപുരം ഡെപ്യൂട്ടി ഗതാഗത കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ 2 ദക്ഷിണ മേഖലകൾ ഉണ്ടാകും. തൃശ്ശൂർ, എറണാകുളം ഡെപ്യൂട്ടി ഗതാഗത കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ഓരോ മധ്യമേഖല വീതവും നിശ്ചയിക്കാൻ ഗതാഗത വകുപ്പ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ഡെപ്യൂട്ടി ഗതാഗത കമ്മീഷണറുടെ നിയന്ത്രണത്തിൽ 2 വടക്കൻ മേഖലകളും പ്രവർത്തിക്കുമെന്നുള്ളതാണ് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഓരോ മേഖലയുടെയും കൃത്യമായിട്ടുള്ള ആരംഭ അവസാന കിലോമീറ്റർ പരിധി ബന്ധപ്പെട്ട ഡെപ്യൂട്ടി ഗതാഗത കമ്മീഷണർക്ക് പ്രത്യേകം നിശ്ചയിച്ച് നൽകാനും യോഗം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ മേഖലയിലും എൻഫോഴ്സ്മെൻറ്റ് RTO ഓഫീസുകൾ, സബ് RTO ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക എൻഫോഴ്സ്മെൻറ്റ് സംഘങ്ങൾ രൂപീകരിക്കും. മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാർ, അസിസ്റ്റന്റ് മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാർ, ഡ്രൈവർമാർ, ആവശ്യമായ പരിശോധന ഉപകരണങ്ങളുള്ള വകുപ്പ് വാഹനങ്ങൾ എന്നിവ സംഘത്തിൻ്റെ ഭാഗമാകുമെന്നുള്ളതാണ് മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അമിതവേഗം, അപകടകരമായിട്ടുള്ള ഡ്രൈവിംഗ്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ഉപയോഗിക്കാത്തത്, അതോടൊപ്പം അമിതഭാരം കയറ്റി ചരക്ക് വാഹനങ്ങൾ, അനധികൃത വാഹന രൂപമാറ്റം, ഫിറ്റ്നസ്, പെർമിറ്റ്, ഇൻഷുറൻസ്, നികുതി ലംഘനങ്ങൾ, അനധികൃത യാത്രാ ഗതാഗതം എന്നിവ കണ്ടെത്തുന്നതിനാണ് പ്രധാന മുൻഗണന നൽകുകയും ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ മൊബൈൽ പെട്രോളിംഗ്, മിന്നൽ പരിശോധന കൂടി ഉണ്ടാകുമെന്നുള്ളത് കൂടി മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിടത്ത് ദീർഘസമയം പരിശോധന നടത്തുന്നതിന് പകരം ദേശീയപാതയിലൂടെ തുടർച്ചയായി സഞ്ചരിച്ചുകൊണ്ടുള്ള പരിശോധന മാതൃകയാണ് വേണ്ടത് എന്നുള്ളതാണ് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമായി നൽകുകയും ചെയ്തിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങളിൽ മിന്നൽ പരിശോധന ഉണ്ടാകും. മാത്രമല്ല, ആവശ്യമെങ്കിൽ പോലീസുമായി സംയുക്ത പരിശോധനയുണ്ടാകും. ക്യാമറകളും ഡിജിറ്റൽ ഉപകരണങ്ങളും ഉപയോഗിച്ചുള്ള സാങ്കേതിക നിരീക്ഷണം, ദേശീയപാത അതോറിറ്റിയുടെ ക്യാമറ ദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നിയമ നടപടികളൊക്കെ തന്നെയും ഉണ്ടാകും. അവധി ദിവസങ്ങളിലും ഉത്സവകാലങ്ങളിലും പ്രത്യേക നിരീക്ഷണം എന്നിവയും കർശനമാക്കുമെന്നുള്ളതാണ് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രി പരിശോധനയിൽ സുരക്ഷയ്ക്കടക്കം ഉദ്യോഗസ്ഥർക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു തീരുമാനം സർക്കാർ കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ളത്. ഉദ്യോഗസ്ഥർ യൂണിഫോമും പ്രതിഫലന സുരക്ഷാ ജാക്കറ്റും നിർബന്ധമായി ധരിക്കണം എന്നുള്ള കാര്യവും ഗതാഗത വകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ലഭ്യമായിട്ടുള്ളയിടത്ത് ബോഡി ക്യാമറകൾ, വേഗം കണ്ടെത്തുന്ന ഉപകരണങ്ങൾ, ഡിജിറ്റൽ എൻഫോഴ്സ്മെൻറ്റ് സംവിധാനങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്താനും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. രാത്രികാല പരിശോധനയിൽ ഉദ്യോഗസ്ഥരുടെ സുരക്ഷയ്ക്ക് തന്നെയാണ് പരമപ്രധാനമായിട്ടുള്ള പ്രാധാന്യം നൽകേണ്ടത്. ആശയവിനിമയം സംവിധാനങ്ങളും അതോടൊപ്പം മറ്റ് സൗകര്യങ്ങളും ഡെപ്യൂട്ടി ഗതാഗത കമ്മീഷണർമാർ ഉറപ്പാക്കണമെന്നും സംസ്ഥാന ഗതാഗത വകുപ്പ് സർക്കുലറായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതുപോലെ തന്നെ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ റോഡപകടങ്ങൾ വർദ്ധിക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ റോഡപകടങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു പുതിയ പ്രധാനപ്പെട്ട പദ്ധതിക്ക് ഗതാഗത വകുപ്പ് രൂപം നൽകുകയും ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും അടുത്ത നാളുകളിൽ ഈ പദ്ധതി അത് വിജയം കണ്ടു തുടങ്ങുമ്പോൾ അപകടങ്ങൾ പരമാവധി കുറയ്ക്കാൻ കഴിയുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് സംസ്ഥാന ഗതാഗത വകുപ്പിനുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാനും കഴിയുന്നത്. അപ്പോൾ ഇനി റോഡിൽ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് ആരിറങ്ങിക്കഴിഞ്ഞാലും അവർക്ക് മുട്ടൻ പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 24 മണിക്കൂറും റൗണ്ട് ദ ക്ലോക്ക് 365 ദിവസവും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും നിരീക്ഷണവും ദേശീയപാതകളിൽ ഉണ്ടാകും. അത് കൃത്യമായി മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും. നിയമലംഘനങ്ങൾ കൃത്യമായി പിടിക്കും. അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ട സംവിധാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും കൃത്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങളിൽ ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് സംസ്ഥാന ഗതാഗത വകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് അടുത്ത ദിവസം തന്നെ പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.